ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ കേക്കാണ്. നല്ല ടേസ്റ്റുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഗീ കേക്ക്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ മാവ് അളന്നിട്ട് കൊടുക്കാം. 240 ml കപ്പിൽ 1/4 കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തത്. മാവ് അളന്നെടുക്കുന്നത് എപ്പോഴും വേറൊരു കപ്പ് കൊണ്ട് മാവ് കോരിയിട്ട് അളവ് കപ്പിലേക്ക് ഇട്ടിട്ട് ലെവൽ ചെയ്ത് വേണം മാവ് അളന്നെടുക്കാനായിട്ട്. അല്ലാതെ അളവ് കപ്പ് വെച്ച് തന്നെ കോരിയെടുക്കരുത്. ഇതിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 കപ്പും അതുപോലെ തന്നെ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡയും ഇത്ര എടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളു ഉപ്പ് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മാവ് ഇതുപോലെ അരിച്ച് മിക്സ് ചെയ്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാനിപ്പോൾ മാവ് 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് എടുത്തത്. അതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ പാത്രത്തിൻ്റെ അളവിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. സൈഡിലും കൂടെ ബട്ടർ പേപ്പർ വയ്ക്കുമ്പോൾ കേക്ക് എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് സാധാരണ വെളിയിൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വെളിയിലിരുന്ന നെയ്യ് മതിയാവും. റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യാണ് എടുക്കേണ്ടത്. അത് നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ച ശേഷം അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും നെയ്യും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തത്. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർത്ത ശേഷം ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം 1 മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നോക്കണം. മുട്ട കേടുള്ളതാണെങ്കിൽ നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ എല്ലാം നമ്മൾ കളയേണ്ടി വരും. അതുകൊണ്ട് ഓരോ മുട്ടയായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. 1 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മുട്ട ഒഴിച്ചു കൊടുക്കാം. എല്ലാ മുട്ടയും ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കിയ ശേഷം ഒഴിക്കണം. മുഴുവൻ 4 മുട്ടയും ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് അങ്ങ് പതഞ്ഞ് വരികയൊന്നും വേണ്ട. നമ്മൾ സാധാരണ മറ്റ് കേക്കുകളൊക്കെ ഉണ്ടാക്കും പോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരികയൊന്നും വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുമിച്ചിടുവാണെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പാടായിരിക്കും. മാവ് കട്ട പിടിച്ച് പോകും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഒരേ സൈഡിലേക്ക് മാത്രം നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം സ്റ്റൗവിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ബിരിയാണി ചെമ്പാണ് ചൂടാക്കാനായിട്ട് വെച്ചത്. മാവ് നല്ലപോലെ ഫോൾഡ് ചെയ്ത ശേഷം കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. പാത്രം ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. ഒരു 10-15 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ്. ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തതാണ്. അതിനകത്ത് ഒരു വളയം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ഫിറ്റായിട്ടുള്ള ഒരു അടപ്പ് വേണം. നന്നായിട്ട് അടച്ച ശേഷം 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് ആയപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. കുത്തി നോക്കാം. നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഒന്ന് തണുത്ത ശേഷം ബട്ടർ പേപ്പർ മാറ്റിയെടുത്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം.
നമ്മൾ ബേക്കറിയിൽ നിന്നും കഴിക്കുന്ന ഗീ കേക്കിൻ്റെ അതേ ടെക്സ്ചറിൽ അതേ ടേസ്റ്റിലുള്ളൊരു കേക്കാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അത് നല്ല സോഫ്റ്റാണ്. ഇതൊന്ന് മുറിക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.